ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാജീവിനെ ഇപ്പോൾ SP വിളിച്ചിട്ട് മൂർത്തിയെ അറസ്റ്റ് ചെയ്തില്ലേ എന്നൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് മറുപടിയൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച ആ സമയത്ത് തന്നെ മൂർത്തി ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. മൂർത്തിയെ അടിച്ച് അവശനാക്കിയാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. മൂർത്തിയെ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഗോകുലും സച്ചിയും കൂടിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നത് കണ്ട് രാജീവ് ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം സച്ചിയുടെ ഭാര്യ അർച്ചനയാണ് ഇപ്പോൾ ഗോകുലിൻ്റെ ഭാര്യ സമൃദ്ധയായിട്ട് ഗോകുലിൻ്റെ കൂടെയുള്ളത് എന്ന് CI രാജീവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഒന്നിച്ച് കാണുമ്പോൾ രാജീവ് ഒന്ന് പേടിക്കുന്നുണ്ട്. സച്ചി ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്, സാറി കേരളം മുഴുവൻ വല വിരിച്ചിട്ടും കിട്ടാത്ത പ്രതിയല്ലേ ഇവൻ, പക്ഷേ ഇവൻ എൻ്റെ വലയിൽ കുടുങ്ങി. ഇപ്പോൾ എങ്ങനെയുണ്ട് സാറേ? സാറിൻ്റെ കേസ് അന്വേഷണത്തിൽ ചെറിയൊരു ഹെൽപ്പ്, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഇപ്പോൾ രാജീവ് ഗോകുലിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അയ്യോ എന്നെ നോക്കണ്ട, ഞാൻ ഈ കളിയിലില്ല കേട്ടോ, അപ്രതീക്ഷിതമായി വന്ന് പെട്ടുപോയതാണ് എന്നൊക്കെ പറയുമ്പോൾ, എന്താ വക്കീലെ, കോടതി മുറിയിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി പരസ്യമായി നിയമം കയ്യിലെടുത്ത് തുടങ്ങിയോ എന്ന് രാജീവ് ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നിയമം കയ്യിലെടുത്തതൊന്നുമല്ല, ദേ വരുന്ന വഴിക്ക് ഈ പ്രതിയും 3 ഗുണ്ടകളും കൂടി ഇയാളുമായി ഒരു സംഘർഷം ഉണ്ടാകുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് ഇടപെട്ടു എന്നേ ഉള്ളൂ, ഒരു രക്ഷാപ്രവർത്തനം അത്രയുള്ളൂ എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, ഇവന് വേണ്ടിയിട്ടുള്ള വല വിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു നല്ല ജോലിയാണ് ചെയ്തത്, കൺഗ്രാറ്റ്സ്. പക്ഷേ ഇതൊരു ശീലമാക്കണ്ട, വക്കീല് കോടതിക്ക് പുറത്ത് നിയമം കയ്യിലെടുക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്നും രാജീവ് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ പഴങ്ങഞ്ഞിക്കട തല്ലിപ്പൊളിച്ചതിൻ്റെ ഒരു പരാതിയും ഞങ്ങൾ തരണമെന്ന് വിചാരിച്ചതാണ് ഇവൻ്റെ പേരിൽ. അപ്പോഴാണ് ഇവൻ എൻ്റെ കയ്യിൽ തന്നെ വന്ന് ചാടിയത്. എന്നാൽ പിന്നെ നേരിട്ട് തന്നെ സാറിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാമെന്ന് കരുതി എന്നൊക്കെ സച്ചി പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. അങ്ങനെ ഉടനെ തന്നെ മൂർത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ സച്ചിയുടെയും ഗോകുലിൻ്റെ അടുത്തേക്ക് രാജീവ് ഒന്ന് ഒരു ചെറു ചിരിയോടെയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല വക്കീലെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു, നിങ്ങൾ തമ്മിലെന്താ നേരത്തെ പരിചയമുണ്ടോ എന്ന് ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്. എന്തിനാ സാറേ മുൻപരിചയം, കാണേണ്ടവർ കാണേണ്ട സമയത്ത് കണ്ടുമുട്ടും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് സച്ചി പറയുന്നത് കേട്ട് രാജീവ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് രാജീവ് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് ശരിയാണ്, പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്നൊരു സംശയം എന്നൊക്കെ രാജീവ് പറയുന്നു. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനും ഇറങ്ങുകയാണ്, എനിക്കൊരു ഓട്ടമുണ്ട്. ശരി, എങ്കിൽ പിന്നെ കാണാം എന്ന് പറയുന്നു. ഇവൻ്റെ ദേഹത്ത് ആവശ്യമില്ലാത്ത മുറിവും ചതവും എങ്ങാനും ഉണ്ടോ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, എന്തായാലും നിയമപരമായി ഇതിൽ എന്ത് പ്രശ്നമുണ്ടായാലും അത് ഞാൻ ഏറ്റു എന്ന് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഞാൻ കോൺസ്റ്റബിളിനെ വിടാം എന്നൊക്കെ പറയുന്നു. നോ പ്രോബ്ലം, വിളിച്ചാൽ മതി എന്ന് ഗൂഗിൾ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ സച്ചി അന്ന് അർച്ചനയുടെ ഫോട്ടോ ആ മൊബൈലിൽ കാണിച്ചത് രാജീവ് ഇങ്ങനെ ആ ഒരു രംഗം ഇങ്ങനെ അർച്ചനയെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ രാജീവ് ഒന്ന് ഓർത്തെടുക്കുകയാണ്. എന്താ സാറേ, അവർ പറഞ്ഞത് സാറ് വിശ്വസിച്ചോ എന്ന് ഒരു കോൺസ്റ്റബിൾ രാജീവിനോട് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഹേയ് ഇല്ല, എന്തായാലും അവർ കൊണ്ടുവന്നതല്ലേ, ഇരിക്കട്ടെ. ഒരുത്തനെ രക്ഷിച്ചു, മറ്റൊരുത്തിക്ക് വേണ്ടി രണ്ടുപേരും കൂടി അടിയുണ്ടാക്കുമ്പോൾ ഇവരെ രക്ഷിക്കാൻ ആര് വരും എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചാണ് രാജീവ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ കമലയ്ക്ക് കാശ് കൊടുക്കാനുള്ള ലോനപ്പൻ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. നാളെ എൻ്റെ മകളുടെ വിവാഹമാണ്, പക്ഷേ ഒരപ്പൻ എന്ന നിലയിൽ എൻ്റെ കടമ നിർവഹിക്കുന്നതിൽ ഞാൻ തോറ്റുപോയി. നാളെ മണവാട്ടിയുടെ വേഷത്തിൽ കല്യാണം മുടങ്ങി എൻ്റെ മകൾ കർത്താവിൻ്റെ മുന്നിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. സേതുമാധവൻ്റെ വീട്ടിൽ നിന്നും കിട്ടാനുള്ള പണം കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. ഒരു സഹായത്തിനു വേണ്ടി ആശ്രയിച്ചവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു. നാട്ടുകാരുടെയും ചെക്കൻ വീട്ടുകാരുടെയും എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾക്ക് നാണം കെട്ട് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ആത്മഹത്യക്കുറിപ്പാണ് ലോനപ്പൻ എഴുതുന്നത്. ഇത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണീരോടെയാണ് ഭാര്യ ഇതെല്ലാം നോക്കിക്കാണുന്നത്. നിനക്ക് പേടിയുണ്ടോ എന്ന് ലോനപ്പൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങളുടെ ഒരു തീരുമാനത്തിനും ഞാൻ എതിര് പറഞ്ഞിട്ടില്ലല്ലോ എന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്. നമ്മൾ തോറ്റുപോയടി, നാണം കെട്ട് നാട്ടുകാരുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല
ലിസയോട് നീ പറഞ്ഞോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇല്ല, കുട്ടികളോട് ആരോടും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ലിസമോള് അപ്പൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറാണ്. അപ്പൻ്റെ അഭിമാനം തന്നെയാണ് അവൾക്ക് വലുത് എന്ന് ലോനപ്പൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അതും കരഞ്ഞുകൊണ്ട്. അവസാനത്തെ അത്താഴമല്ലേ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് ലോനപ്പൻ പറയുന്നു. ഇത് കേട്ട് വളരെയധികം വിഷമത്തോടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ആ അത്താഴത്തിൽ വിഷം കലർത്താൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ ആ ചോറിലേക്ക് വിഷം കലർത്തിയിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് അദ്ദേഹത്തിൻ്റെ മകൾ വരുന്നുണ്ട്. കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു അച്ഛൻ. അപ്പൻ തോറ്റുപോയി, ഇനി അപ്പന് വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ലോനപ്പൻ പറയും. മകൾ ലിസ പറയുന്നുണ്ട്, സാരമില്ലപ്പാ, ഞാൻ റെഡിയാണ്. അലീനയും ജിനുവിനെയും അവർ രണ്ട് മക്കളെ കൂടി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അവിടേക്ക് അവർ രണ്ടുപേരും വരുന്നുണ്ട്. എന്നാൽ ആ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. നാളെ ബ്യൂട്ടീഷ്യൻ എപ്പോഴാണ് വരുന്നത്, അങ്ങനെ കല്യാണത്തിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നാളെ ചേച്ചിയുടെ കല്യാണം കൂടാൻ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്നുണ്ട്. അതിലിളയ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ ലോനപ്പൻ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആഹാരം കഴിക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ അവർ 5 പേരും കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കഴിക്കാൻ വേണ്ടിയിരുന്നു. ലിസയാണെങ്കിൽ വളരെയധികം വിഷമത്തിലാണ്. അമ്മ ഇപ്പോൾ അവിടേക്ക് ഭക്ഷണവുമായി വന്നിട്ടുണ്ട്. അങ്ങനെ ലോനപ്പൻ അതിൽ നിന്ന് ഇച്ചിരി ചോറെടുത്ത് ഒരുരുള ഉരുട്ടി മകൾക്ക് തന്നെ ആദ്യം വായിൽ വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം അത് ആരാണെന്ന് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്ന വേറെ ആരുമല്ല, സേതുമാധവൻ്റെ കുടുംബമാണ്. അതായത് കമലയും മീരയും അനൂപും കൂടിയാണ്. എന്താ ലോനപ്പേട്ട, ഞങ്ങൾ വരില്ല എന്ന് കരുതിയോ? ലോനപ്പേട്ടിന് തരാനുള്ള കാശ് മുഴുവൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അനൂപ് ഇപ്പോൾ ലോനപ്പനോട് പറയുന്നുണ്ട്. എന്താ വിശ്വാസം വരുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പണം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ തന്നെ കൊടുക്ക് എന്ന് അനൂപ് പറയുമ്പോൾ കമല തന്നെ അകത്തേക്ക് കയറി ആ പണം എടുത്തിട്ട് പറയുന്നുണ്ട്, ലോനപ്പേട്ട, പണം സത്യമുള്ള ഒന്നാണ്. ഇന്ന് വരെ പണത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആരോടും ചതി കാണിച്ചിട്ടില്ല. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൊണ്ടൊക്കെ സമയത്തിന് പണം കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എന്തായാലും പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നും പിന്നും നോക്കാതെ ഞങ്ങളെ സഹായിച്ച ആളാണ് ലോനപ്പേട്ടൻ. ഞങ്ങൾ തരാനുള്ള പണം കൊണ്ട് ഈ കല്യാണം നടക്കാതെ പോയിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ കമല ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ലോനപ്പേട്ടൻ്റെ മകളുടെ കല്യാണം ഇനി ഒരു തടസ്സവും കൂടാതെ നടക്കുമെന്ന് മീര ഇപ്പോൾ പറയുന്നു. ഇത് 7 ലക്ഷം രൂപയുണ്ട്. ലോനപ്പേട്ടന് തരാനുള്ളതിനേക്കാൾ 2 ലക്ഷം രൂപ അധികമുണ്ട്. കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കമല. അദ്ദേഹം ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ പണം വാങ്ങി കൈ പിടിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കമലയും മീരയും അനൂപും അവർ 3 പേര് ഇപ്പോൾ വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ പണം ലോനപ്പന് കൊടുത്തത്. എവിടുന്ന് കിട്ടി ഇത്രയും പണം എന്ന് ലോനപ്പൻ ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ മാഷിൻ്റെ പേര് ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു, അതിൻ്റെ പണമാണിത്. ദൈവം ഞങ്ങൾക്ക് കൃത്യസമയത്ത് അത് കൊണ്ടു തന്നു. എൻ്റെ മാഷിൻ്റെ ജീവൻ്റെ വിലയാണ് ഈ പണം. ഇത് ലോനപ്പേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ഉപയോഗിക്കണം എന്നായിരിക്കും നിയോഗം എന്നൊക്കെ കമല പറയുന്നുണ്ട്. ഈ സമയത്ത് എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിപ്പോൾ ഓടി അകത്തേക്ക് പോവുകയാണ് ലോനപ്പൻ. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇളയ കുട്ടി കഴിക്കാൻ തുടങ്ങുകയാണ്. അയ്യോ എന്ന് പറഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ ചോറെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ലോനപ്പൻ. എന്നിട്ട് ആ ഭക്ഷണം ഇങ്ങനെ തട്ടി മാറ്റുന്നു. എന്താ ലോനപ്പേട്ട ഈ കാണിക്കുന്നത് എന്ന് കമല ചോദിക്കുന്നുണ്ട്. എന്തിനാ ആഹാരം തട്ടിത്തെറിപ്പിച്ചത്, നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ അവർ 3 പേരും മാറി മാറി ചോദിക്കുന്നുണ്ട്. പണം കൊണ്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് അനൂപ് ചോദിക്കുമ്പോൾ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് മീരയും ചോദിക്കുന്നു. കമല ഇപ്പോൾ ആ ചോറെടുത്ത് ഇങ്ങനെ മണത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ആ ചോറിൽ ഞങ്ങൾ വിഷം കലർത്തിയിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്താ ലോനപ്പേട്ട ഈ പറയുന്നത്, വിഷം കലർത്തിയെന്നോ? നിങ്ങൾ എന്തൊരു മഹാപാപമായി ചെയ്തത്, നിങ്ങളും കൂടെ ചേർന്നാണ് ഇതൊക്കെ ചെയ്തത് എന്ന് കമല ഇപ്പോൾ അവരുടെ ഭാര്യയോടും കൂടി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് ഇത് തീരുമാനിച്ചത് എന്ന് ലീന പറയുന്നു. ഇളയ മക്കൾ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്, ഞങ്ങൾ പണം തരാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ, പിന്നെ ഇതിനാ ലോനപ്പേട്ട ഇതൊക്കെ ചെയ്തത്, ഈ കുഞ്ഞുങ്ങൾ എന്തു പിഴച്ചു എന്ന് അനൂപ് ചോദിക്കുന്നു. ഞങ്ങൾ വരാൻ 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിലോ എന്ന് മീര ചോദിക്കുന്നുണ്ട്. തെറ്റുപറ്റിപ്പോയി, ആ സമയത്ത് എന്തോ എൻ്റെ മനസ്സിൽ ചെകുത്താൻ കയറിപ്പോയി. കല്യാണം നടക്കാതെ ആ കല്യാണ വേഷത്തിൽ മണവാട്ടിയുടെ വേഷത്തിൽ എൻ്റെ മോള് പള്ളിമുറ്റത്ത് നെഞ്ച് തകർന്നു നിൽക്കും. ആ ഒരു അവസ്ഥ അത് ഞാൻ എങ്ങനെ സഹിക്കും? ആ നാണക്കേട് ഓർത്തപ്പോൾ പിന്നെ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി എന്നൊക്കെ ലോനപ്പേട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, പണം കൊണ്ടുവരുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ എന്ന് കമല വീണ്ടും ചോദിക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് എത്തുമെന്നല്ലേ പറഞ്ഞിരുന്നത്, പക്ഷേ രാത്രി ഇത്രയും സമയം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വരില്ല എന്ന് ഉറപ്പിച്ചു എന്നൊക്കെ ലോനപ്പൻ പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, ആ സമയം മുഴുവൻ തന്നെ ഞങ്ങൾ പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയായിരുന്നു. കുറച്ച് സമയം കൂടി പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ
ഈ മഹാപാപം ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ എന്നൊക്കെ അനൂപ് ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഈ സമയം ഇങ്ങനെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. എന്നിട്ട് ലീനയോട് കണ്ണുനീര് തുടച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ലീന മോളെ, നീ പഠിപ്പുള്ളവളല്ലേ, ബുദ്ധിയുള്ളവളല്ലേ, ഒരു കല്യാണം മുടങ്ങിപ്പോയാൽ ഇല്ലാതായി പോകുന്നതാണോ ഒരു പെണ്ണിൻ്റെ ജീവിതം? ദേ നോക്ക്, ഒന്നും അറിയാത്ത നിന്റെ താഴെയുള്ള ഈ കുഞ്ഞുങ്ങളെ പറ്റി എന്താ ചിന്തിക്കാതിരുന്നത്? അച്ഛനും അമ്മയ്ക്കും ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലായിരുന്നോ? മോൾക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ചുവിടായിരുന്നോ എന്നൊക്കെ കമല ഇങ്ങനെ ലീനയോട് ചോദിക്കുമ്പോൾ കമല ഇങ്ങനെ ലീനയോട് ചോദിക്കുമ്പോൾ മീരയും പറയുന്നുണ്ട്, ചെക്ക് കയ്യിൽ കിട്ടിയെങ്കിലും അത് പണമായി കിട്ടാൻ ഒരുപാട് കടമകൾ കടക്കേണ്ടി വന്നു, അതാണ് ഇത്രയും താമസിച്ചത് എന്നൊക്കെ മീര പറയുന്നുണ്ട്. എന്നാലും ഈ പൊടിക്കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെയാ തോന്നിയത് ലോനപ്പേട്ട എന്ന് ലോനപ്പനോട് കമല വീണ്ടും ചോദിക്കുന്നുണ്ട്. ഉടനെ ലോനപ്പേട്ടൻ കുട്ടികളോടായി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സാധാരണ ഏതൊരു അപ്പനെയും പോലെ ഞാൻ എൻ്റെ മകളുടെ മിന്നുകെട്ട് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ എന്ന് ലോനപ്പൻ പറയുന്നു. മീരെ, നീ ആ പണം ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞിട്ട് ലീനയുടെ കയ്യിൽ തന്നെ കമല ആ പണം കൊടുക്കുന്നുണ്ട്. ഈ പണം മോള് തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുകയാണ് കമല ലീനയുടെ കയ്യിലേക്ക്. എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കമല ഇപ്പോൾ ലീനയെ ചേർത്ത് പിടിക്കുന്നു. നാളെ നമുക്ക് മോളുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തണം. നിന്റെ മിന്നുകെട്ടും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ, പോരെ? ഒന്ന് ചിരിക്ക്, സന്തോഷമായില്ലേ എന്നൊക്കെ കമല ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെയധികം സമാധാനത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.